എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് പതിവ് പോലെ നമ്മൾ ഇന്ന് നല്ലൊരു ശുഭസൂചകമായ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് ക്ലാസ് കേൾക്കുമ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. അത് ഞാൻ നിത്യമായി പറയണോ? ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എങ്കിലും വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് കൈയൊന്ന് മൊബൈലിലേക്ക് പോട്ടെ. എന്നിട്ട് അവിടെ എന്തോ ഒരു സംഭവം ഒന്ന് ടൈപ്പ് ചെയ്ത് പോരട്ടെ. യെസ് യെസ്, കമോൺ കമോൺ, ഹാപ്പി ആൻഡ് റെഡി, കമോൺ എവരിബഡി. ഞാനേ ഓടി പിടിച്ച് വന്നത് കൊണ്ട് കുറച്ച് ഇത് എനർജി ഫുള്ള് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ടൈപ്പിംഗ് കണ്ടിട്ട് വേണം എനിക്ക് എനർജി കൂട്ടാനായിട്ട്. എല്ലാവരും ഒന്ന് നോക്കിയേ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എനർജി തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എനിക്കും എനർജി തരണ്ടേ അല്ലേ? ഇഷ്ടം പോലെ. ഓക്കെ, പോരട്ടെ പോരട്ടെ പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഞാനിന്ന് പലരോടും നമ്മുടെ യോഗ ക്ലാസ്സിലും മെഡിറ്റേഷൻ ക്ലാസ്സിലും ഒക്കെ ചോദിച്ചാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എന്ത് മാറ്റാണ് ഉണ്ടായത്, എന്ത് മാറ്റമാണ് നിങ്ങളിൽ വരുന്നത്? ഇപ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞത് നല്ല രസമാണ്. എന്നും പോസിറ്റീവായിരിക്കാൻ സാധിക്കുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് എന്നെ ധന്യനാക്കുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും 90% ആൾക്കാരും സന്തോഷത്തോടു കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലെ. ഇന്ന് ഒരു വീഡിയോ തന്നെ മേഘ ചെയ്തിരുന്നു. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ഒരു വെറും വാക്ക് മാത്രമല്ല, അതൊരു ജീവിത ചര്യയായി മാറിയിരിക്കുന്നു എല്ലാവരുടെയും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴോ പറയാൻ തുടങ്ങിയ ആ വാക്ക് ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ആണല്ലോ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. നമുക്ക് ജീവിതത്തിൽ ഒരു സത്യമുണ്ട്, ജീവിതത്തിന് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു. ഇപ്പൊ നല്ല കാര്യം മാത്രം ചിന്തിക്കുന്നു, നല്ലതായി തന്നെ വർത്തിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും കഷ്ടങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എനിക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. ഓരോ ദിവസം പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു, ഇത്രയും ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു തരുന്നു. ഞാനൊരു ദിവസം ഓഫീസിൽ പോയില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം ശമ്പളം മുടങ്ങുക തന്നെ ചെയ്യും, ബിസിനസ് പാളുക തന്നെ ചെയ്യും. അത് സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഓരോ സമയത്തും നമുക്ക് എത്ര പണിയെടുക്കുന്നുണ്ടെങ്കിലും, എത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും, എത്ര നമ്മൾ അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിലും, അവിടെ എല്ലാം ശുഭാപ്തി വിശ്വാസം കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ നീങ്ങി 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 മുന്നോട്ട് പോകുന്നത് കാണാം. ബീനാക്കാരൻ ഇപ്പോൾ പറഞ്ഞ പോലെ ജീവിതം തന്നെ നമ്മുടെ മാറിപ്പോകുന്നത് കാണാൻ പറ്റും. ഇത് അനുഭവങ്ങളാണ്. ഞാൻ അനുഭവിച്ച കാര്യം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഇല്ല, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. നേരത്തെ ഒരാള് ഞാൻ നമ്മുടെ മെഡിറ്റേഷന് കമന്റ് ചെയ്ത് ഞാൻ വരുമ്പോൾ വായിക്കുകയായി. എല്ലാ ദിവസവും അഫർമേഷൻ, രജനി അല്ല പറഞ്ഞത്, എല്ലാ ദിവസവും അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. ജോലിക്കാര സ്ഥലത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് അഫർമേഷൻസ് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് കണ്ണാടി നോക്കി ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നാലും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ആ പ്രാക്ടീസ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. എനിക്ക് ആ സമയത്ത് അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ നമ്മളെല്ലാം മൊബൈലിലിട്ട് കളിക്കുന്ന കളികളാണ് എല്ലാ സമയത്തും. പക്ഷെ ആ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒരു തൊണ്ട് കടലാസിൽ പോലും കൊണ്ടു നടന്ന് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ള. പക്ഷെ അവിടെ ഞാൻ ശ്രദ്ധിച്ചു, മെഡിറ്റേഷൻ ഇപ്പോഴും കണക്ട് ആവുന്നില്ല എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. അതിനുവേണ്ടി തന്നെ ഞാൻ തിരിച്ച് നിങ്ങളുടെ അഫർമേഷൻ വിത്ത് മെഡിറ്റേഷനിലെ പ്രാക്ടീസിലേക്ക് കൊണ്ടുപോകുന്നത് ആർക്കൊക്കെയോ കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കാത്ത അതൊന്നും വെച്ചാൽ നിങ്ങളുടെ ആരും വിഷയങ്ങളല്ല ഈ മെഡിറ്റേഷൻ കണക്ട് ആവാത്തത്. പലരും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യൂസ് യൂട്യൂബിൽ തന്നെ വ്യൂസ് നമ്മൾ മെഡിറ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, ഈ മെഡിറ്റേഷൻ യൂട്യൂബിൽ നോക്കി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് പരസ്യം വരുന്നുണ്ട് എന്നുള്ളത് പിന്നെയും കാണുന്നുണ്ട്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പരസ്യം ഒഴിവാക്കിയിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാര് ഒരു രക്ഷയില്ല, പരസ്യം വന്നിട്ടുണ്ട്, നിങ്ങൾ കയറി വന്നോളൂ. ചെറിയ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ രാവിലത്തെ മെഡിറ്റേഷന് വാങ്ങിക്കുന്നുള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ സമയപരിമിതി ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കയറി വരും.
ഒരു മാസത്തിൽ വളരെ ചെറിയൊരു എമൗണ്ട് അല്ലേ, ചാർജ് അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്ന് ലൈവായിട്ട് ചെയ്യൂ, നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങളത് ചെയ്യുക രാവിലത്തെ മെഡിറ്റേഷൻ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ യൂട്യൂബിൻ്റെ അനലിറ്റിക് എടുത്ത് നോക്കിയപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് ദിനേശ് മുങ്ങത്ത് മെഡിറ്റേഷൻ എന്നാണ് ആൾക്കാർ സെർച്ച് ചെയ്ത് കണ്ടത് ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ മെഡിറ്റേഷൻ ഞാൻ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കൂടുതൽ ഫലവത്തായ കൂടുതൽ അപ്ഗ്രേഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസുകളെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കുന്നത്. സാധാരണ ഓക്കെ, അത് ഡീറ്റെയിൽസ് ആയിട്ട് ക്ലാസ്സിൽ പറയാം. അപ്പൊ എല്ലാവരും തയ്യാറാണ് ക്ലാസ്സിനകത്ത്? എല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ പറയാനോ കുറേ പഠിപ്പിക്കാനോ ഒന്നും അല്ല ഉദ്ദേശിച്ചത്. ഇനി മുതൽ ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ശ്രമമായിരിക്കില്ല, കുറച്ച് ചെറിയ തിരിച്ചറിവുകൾ നടത്താനുള്ള ഒരു പരിപാടിയായിരിക്കും. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 1 by 1 പോയിന്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വളരെ ലളിതമായിട്ട് ഒരു വലിയ, ഇപ്പൊ എന്റെ തന്നെ നമ്മുടെ മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത് ഇത്ര 200 സംതിങ് ഉള്ള പേജസിനെ ഞാൻ 20 ദിവസത്തെ കോഴ്സായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നുള്ളത്. അപ്പൊ അത്രയും ക്രിപ്സി വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാ കോഴ്സുകളും ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നല്ല മാറ്റങ്ങൾ എല്ലാവരും ഇതിനോട് ശ്രമിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ നമുക്ക് ഇത് മാത്രം പോരാ, നമ്മളെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, നമുക്ക് നേരത്തെ നമ്മളെ അർച്ചനയോട് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുപാട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സമയം കൂടുതൽ പണിയെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് കൂടുതൽ നേരം പണിയെടുക്കുക, കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് മോസ്റ്റ് ആൾക്കാരുടെ വിഷയങ്ങൾ ഞാൻ കാണുന്നത് സമ്പത്തിനെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ അസ്വസ്ഥമായി നടക്കുന്നത് സമ്പത്തിനെ പറ്റി വിഷയം പറഞ്ഞിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും മുഖ്യ ആൾക്കാരും ക്ഷേത്രങ്ങളിലും പൂജകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ പോയി വീഴാറുമുണ്ട് എന്നുള്ള സത്യമാണ്. ഞാനതിനെ കുറച്ച് പറയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറയുകയുണ്ടായി, ഞാൻ അന്നേരം അയ്യോ അവരോട് വീണ്ടും നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് സംസാരിച്ചില്ല കേട്ടോ, ഈ ഞായറാഴ്ച തോന്നില്ല. ഓക്കെ, അവര് സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറിയൊരു വിഷയത്തിന്മേലിൽ, വീട്ടിലുള്ള ചെറിയൊരു വിഷയത്തിന്മേലിൽ ഒരാളെ പോയി കണ്ടു. അങ്ങനെ അവര് പറഞ്ഞു വീട്ടിൽ ആ ദോഷമാണ്, ഈ ദോഷമാണ്, അങ്ങനെ ദോഷമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപയുടെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവരൊന്നും ആലോചിച്ചില്ല, കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു. ഇവര് യഥാർത്ഥ വിഷയം എന്തായിരുന്നു വെച്ചാൽ, കുറെ ലോണാണ്, തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഹൗസിങ്ങിന് എടുത്ത ലോൺ അടക്കാനുണ്ട്, പിന്നെ ഭൂമി ഫ്ലഡ് ചെയ്തിട്ട് എടുത്ത ലോൺ അടക്കാനുണ്ട്. ഞാൻ ഇവിടെ സന്ദർഭവശാൽ പറഞ്ഞു പോകുന്നു, ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലത്, പക്ഷെ എന്നാലും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ കടം മൂടി നിൽക്കുന്ന അവസ്ഥയിലാണ്. എങ്ങനെ രക്ഷപ്പെടണം, ജപ്തി വരുന്നു, എങ്ങനെ രക്ഷപ്പെടണം, അപ്പൊ എന്തോ ദോഷമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവര് ഒരു മന്ത്രവാദിയെ കണ്ടു. മന്ത്രവാദി എന്ന് വാക്ക് അറിയില്ല, അത് നിങ്ങൾ സബ്ജക്ട് ദ കണ്ടീഷൻ വിടുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടീഷൻ പറഞ്ഞു, 5 ലക്ഷം രൂപ പൂജ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒരു 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് പൂജ ചെയ്തു. പൂജ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഞാനിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ആ പൂജ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിക്കൽ ബാങ്ക് പൂട്ടിപ്പോണ്ടി വരും, നല്ലല്ലേ ബാങ്കിലെ പൈസ അടക്കാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബാങ്കിന്റെ മുതലാളി പറ്റിയാലും ബാങ്കിൽ തിരിച്ചടക്കേണ്ടി വരും. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ബാങ്ക് പൂട്ടിപ്പോകാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അത്തരം പൂജകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയാനുള്ള കാര്യം, ഇത്തരം അന്ധവിശ്വാസങ്ങളിലൊക്കെ പോയി വീഴരുത്, ചാടരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂജ ചെയ്ത് ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല, വെറുതെ പറയണം. ഇന്ന് അൾട്ടിമേറ്റ് ആയി പൂജ ചെയ്തു, നമ്മളിത് പൂജയും കാര്യങ്ങളും നമുക്കറിയില്ല, നമുക്ക് പറയാനും ഇല്ല. ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടക്കുക തന്നെ വേണം. അത് ഉണ്ടാക്കാനുള്ള വഴികള് ആണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. പല വഴികളും കാശ് ഉണ്ടാക്കാൻ, സ്വസ്ഥമായി നമുക്ക് പണിയെടുത്തുകൊണ്ട് കാശ് ഉണ്ടാക്കാനും, ആ കാശിലൂടെ നമുക്ക് ബാങ്ക് ലോണിൽ അടക്കാനും, അതിൽ കുറച്ച് സാവകാശം കിട്ടാനും, കുറച്ച് എന്താ പറയുക ഇളവ് കിട്ടാനും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രമിക്കാം. അല്ലാതെ പൂജ ചെയ്തിട്ട് ബാങ്കിനെ പൊട്ടിപ്പിക്കുന്ന പരിപാടി അങ്ങനെയാണെങ്കിൽ, അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല, എനിക്ക് അത് ലോജിക്കാൻ എന്താണെന്ന് അറിയില്ല. നിധി കുംഭം കിട്ടിയാൽ പോലും ഇപ്പൊ നമുക്ക് അല്ലെ, പൂജ ചെയ്താൽ വല്ല നിധി കിട്ടും എന്ന് പറഞ്ഞാൽ പോലും നിധി കിട്ടിയാൽ ഗവൺമെന്റ് കൊണ്ടുപോകും. അതുകൊണ്ട്
അതും നടക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരോടും. പച്ചക്ക് പറയാണ്. അന്ധവിശ്വാസം നല്ലതല്ല. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതെന്താ വിശ്വാസം അല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം അങ്ങനെ പറയുന്നില്ല. നമ്മുടെ മനസ്സിന്റെ മാറ്റത്തിലൂടെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്ത് നേടം, എന്ത് നേ പണിക്കർമാർ പൂജ പറയും, ശരിയാണ്. കാരണം അവരൊക്കെ വയറ്റിപ്പിഴപ്പല്ലേ. അവര് മറ്റെന്തെങ്കിലും പറയും. നമ്മൾ പല പല പണിക്കന്മാരും ഉണ്ട്, ഇതൊന്നും പറയാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നുമില്ല. അവർ മോട്ടിവേഷനും കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിനെ പറ്റി പറയുന്നവരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എത്ര പേര് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പുതിയ ആൾക്കാർ വരുമ്പോൾ ഇതിൽ എന്തൊക്കെയാ ഇതുപോലെ എത്രയോ ചാനൽസ് വേറെ കാണാം. അവിടെയൊക്കെ പോയിട്ട് ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് ചെയ്തപ്പോ, ഈ പൂജ ചെയ്തപ്പോ അറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കാൻ തൽക്കാലം തയ്യാറില്ല. അതൊക്കെ നല്ലതാണ്. എവിടെയാന്ന് വെച്ചാൽ പൂജയിലല്ല കാര്യം കിടക്കണം. അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് ധൈര്യം വരുന്നു, മനസ്സിൽ എന്ത് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. പണിക്കന്മാരൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിന്റെ മാറ്റപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എടുക്കുന്നതിലുള്ള കുറെ വ്യത്യാസമാണ്. പിന്നെ ചില ആൾക്കാർ അറിയാമല്ലോ, അവരുടെ എല്ലാവരും വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നങ്ങളിലൂടെ പോകും. ഇപ്പൊ നമ്മുടെയും വിഷയം വയറ്റിപ്പഴപ്പാണ്, അവരുടെയും വിഷയം വയറ്റിപ്പഴപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. നിങ്ങൾ ആരും അന്ധവിശ്വാസങ്ങളെയും വിശ്വാസങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളതാണ്. അതറിയാതിരിക്കുമ്പോഴാണ് ഇത്തരം കുഴികളിലേക്ക് പോയി ചാടുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവവും ലോകത്ത് സംഭവ്യമാവില്ല എന്ന് പലരും ഇതിന്റെ ഇടയിൽ ഞാൻ കേട്ടിരുന്നു. ദൈവത്തെ കണ്ടു, അല്ല ദൈവമുണ്ട്, തെളിയിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ആർക്കതിനകത്ത് സംശയം? ദൈവമുണ്ട്, തെളിയിച്ചു തരാം. എന്റെ മനസ്സിലുള്ള ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരേണ്ട വല്ല കാര്യം എനിക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ദൈവം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ പോയി കാണണം, ശരിയാണ്. എന്നിട്ട് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ശക്തിക്ക് നിങ്ങളെ എല്ലാ വിഷയങ്ങളൊക്കെ തീർക്കാൻ പറ്റില്ല. ഓക്കെ, സബ്ജക്ട് ഇപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നത്, ഇത് വലിയൊരു വിഷയമാണ്. അതല്ല നമ്മുടെ സബ്ജക്ട് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് മെഡിറ്റേഷനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ ഒന്നൊരു തരത്തിൽ എന്റെ മെഡിറ്റേഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനത് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ എന്ത് അനുഭവം ഉണ്ടായി എന്ന് പറയാൻ ഞാൻ ആളുമല്ല, എനിക്കത് പറ്റത്തുമില്ല. കാരണം മെഡിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ അനുഭവങ്ങൾ മാത്രമാണ്. അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കും എന്ന് പറയാനോ നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കേണ്ടതാണ് എന്ന് പറയാനും നമുക്ക് പറ്റില്ല. രണ്ടും മെഡിറ്റേഷനിൽ പ്രോസസ് കാര്യമല്ല, അത് അവനവന്റെ മാത്രമുള്ള അനുഭവമാണ്. പക്ഷെ ഓൾമോസ്റ്റ് എന്റെ അനുഭവം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കൊന്ന് വിശകലനം ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ഞാൻ തുടങ്ങി പറഞ്ഞത് നേരത്തെ രജനി പറഞ്ഞ പോലെയാണ്, മെഡിറ്റേഷൻ എനിക്ക് കണക്ട് ആയില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനം, അതിന്റെ കാരണങ്ങൾ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മുടെ തോട്ട്സ്, അതിന്റെ കാരണങ്ങളാണ് നമ്മൾ മെഡിറ്റേഷൻ കണക്ട് ആവാതിരിക്കാൻ, നമ്മൾ ആ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ആവാനായിട്ട് നമ്മൾ തയ്യാറാവാത്തതുകൊണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ ബോധപൂർവമല്ല, സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ആ ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് ആവാൻ പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. എന്തുകൊണ്ട് പ്രിപ്പയർഡ് അല്ല? ആ സമയത്ത് പല തോട്ട്സുകളുടെയും കൂടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പോകുന്നത് കൊണ്ട്. കോൺഷ്യസ്ലി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, കയ്യും കട്ടി സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ പിറകിലുള്ള ആ സാധനം മറ്റേതിന്റെയോ പിറകെ പോകുന്നു. ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ 4-5 പേരെ ചോദിച്ചു എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആദ്യം 1-2 പേരും ഇല്ല സാറേ കിട്ടിയില്ല, വേറെ എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞു. എല്ലാവരും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വേറെ എവിടെ പോകുന്നു എന്നൊക്കെ. അത് മനസ്സിലാക്കാൻ പറ്റും, കണ്ടവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മെഡിറ്റേഷൻ കണക്ട് ആവാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ മറ്റേതോ ചിന്തകളുടെ പിറകെ അല്ല കൂടെ പോകുന്നു, പിറകെ പോകുന്നു, എങ്ങനെയായാലും ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് 3 രീതിയിലുള്ള മെഡിറ്റേഷൻസ് ആണ് നമ്മുടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് നമ്മുടെ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ആദ്യമേ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ നമ്മുടെ മെഡിറ്റേഷൻ കാണുന്നതൊക്കെ ഗൈഡഡ് മെഡിറ്റേഷൻ, അതായത് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറയും. അതായത് ഞാനിവിടെ പറയുന്ന രീതി അനുസരിച്ച് നിങ്ങളുടെ മനസ്സും നിങ്ങൾ അതിനകത്ത് സഞ്ചരിക്കുന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ നോർമലി നിങ്ങൾ നദീതീരത്ത് ഇരിക്കാൻ പറഞ്ഞു, നിങ്ങൾ നദീതീരത്ത് പോയിരിക്കുന്നു, വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നു, വെള്ളം മുക്കുന്നു. ഇതൊക്കെ ഗൈഡഡ് മെഡിറ്റേഷനിൽ നിങ്ങൾ ആ അനുഭൂതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ആർക്കും വലിയ എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേട്ടാൽ മതി, കേൾക്കുന്നതനുസരിച്ച് അതിന്റെ കൂടെ അങ്ങ് പോയാൽ മതി. ആ പോകുന്ന സമയത്ത്
ഞാൻ നദീതീരത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ വരണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി കുന്നു കയറാനൊക്കെ പോവും. അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും പിന്നെയും പറയും സാറ് വിളിച്ചതല്ലേ പൊയ്ക്കളയാന്ന് കരുതിയിട്ട് ഒന്ന് നദീതീരത്തേക്ക് ഇരുന്നിട്ട് കുറച്ചും കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ കുറച്ചു നേരം 10-15 മിനിറ്റ് നമുക്ക് ഒരു 6-7 മിനിറ്റ് ഒക്കെ നമ്മൾ സ്വസ്ഥമാവും, ബോഡിയൊക്കെ ഒന്ന് കാമാവും, നല്ലൊരു അനുഭൂതി ഉണ്ടാക്കാൻ സാധിക്കും. ഗൈഡഡ് മെഡിറ്റേഷൻ നല്ല അനുഭൂതി ഉണ്ടാക്കാൻ, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന അഫ്രിമേഷൻസുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന് നിങ്ങൾ ഇതിലേക്ക് കണക്ട് ആയി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ കണക്ട് ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ മെഡിറ്റേഷനിലുമായി കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മെഡിറ്റേഷനിൽ പറയുന്ന അഫ്രിമേഷൻസുകളും വാക്കുകളും ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡയറക്റ്റ് പതിയും. അപ്പോൾ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സന്തോഷവാനാണ്, സംതൃപ്തനാണ്. ഇതൊക്കെയാണ് നമ്മൾ ഹാപ്പിനെസ് മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും ഹാപ്പിനെസ് മെഡിറ്റേഷൻ ഉപയോഗിച്ചവരാണല്ലോ, കേട്ടവരാണ്, ചെയ്തവരാണ്. ഇതെല്ലാം അത്രയും അതിനകത്ത് റിസൾട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആൾക്കാരും അതിനകത്ത് പെട്ടെന്ന് കണക്ട് ആവും. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ആവും, സാധാരണക്കാരന് പോലും കണക്ട് ആവും. അപ്പൊ അത് ആ അനുഭൂതി നിങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ബോഡി നല്ലതായിട്ട് കാമാവും, ഒക്കെ ആവും. ഇതാണ് ഗൈഡഡ് മെഡിറ്റേഷന്റെ പ്രത്യേകത. ഇനി അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ഇന്റൻഷൻ ഉള്ള മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്ന ഫുൾ മൂൺ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക ഇന്റൻഷന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനുകളാണ്. അപ്പൊ ആ മെഡിറ്റേഷനിൽ നമ്മളെല്ലാം ബോഡി കാമാക്കിയിട്ട് ആ ഇന്റൻഷൻ എന്താണോ, ആ പ്രത്യേക താല്പര്യം എന്താണോ, ആ താല്പര്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യും. ഇപ്പൊ നമ്മൾ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷന്റെ ഇതേ മെത്തേഡ്സിന്റെ ഇതിന്റെ ഹയർ വേർഷനാണ് ഹിപ്നോസിസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ കോഴ്സ് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ജോയിൻ ചെയ്യുക. ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള കുറച്ച് ഈ പറഞ്ഞ പോലെ ഈ ഫീഡിങ് ഒക്കെ അതിനകത്ത് നടക്കും. ഇപ്പൊ ലോട്ടറി അടിക്കാനും ഏറ്റവും വലിയ വിഷയം എന്താണ്, അടിക്കോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയം നമുക്കുള്ളതുകൊണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ ഒന്ന് പ്രോഗ്രാം ചെയ്യുന്ന ഇന്ന് തുടങ്ങാന്നാ പറഞ്ഞത്. ഇന്ന് പിങ്ക് മെഡിറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങുന്നില്ല, നാളെ തുടങ്ങും. അപ്പോ ഇത് അങ്ങനെ പ്രത്യേക ടൈപ്പ് അതിനായിട്ട് മെഡിറ്റേഷൻ ഉണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ അപ്പുറത്തേക്ക് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ മെഡിറ്റേഷൻ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എല്ലാവരും അനുഭവിച്ചതാണ് സൈലന്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സൈലന്റ് മെഡിറ്റേഷനൊക്കെ കുറച്ച് ആൾക്കാർക്ക് കണക്ട് ആവാൻ സാധിച്ചില്ല. കുറച്ചും കൂടി ഹയർ ആയിട്ട് മെഡിറ്റേഷന്റെ തലങ്ങളിലേക്ക് എത്തിയ ആൾക്കാർ മുമ്പേ കണക്റ്റായി കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ മെഡിറ്റേഷനിൽ എത്താൻ പറ്റും. നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡി അതിനേക്ക് അലൈൻമെന്റ് ആയിട്ട് നമ്മുടെ ചിന്തകളും ഇല്ല, മനസ്സുമില്ല, ശരീരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ള നിർവ്വാണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിർവ്വാണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു സ്ഥിതി നമ്മളിലുണ്ട്, നമ്മളുടെ ജീവനുണ്ട്, ശരീരത്തിൽ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ പങ്കാളിയല്ല എന്നുള്ള അവസ്ഥ. മനോബുദ്ധഹങ്കാര അതാണ് ഭഗവാൻ പറഞ്ഞ അതേ വൃത്തത്തിൽ നമ്മൾ മനസ്സുമല്ല, ശരീരവുമല്ല, ആത്മാവുമല്ല, ഇതെല്ലാം വിടുതൽ നൽകിയിട്ടുള്ള ഒരു അവസ്ഥ. അത് നമ്മൾ ശരീരത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പുറത്തുപോയി പുറത്തുപോയി നിന്നുകൊണ്ട് ശരീരത്തെ കാണുകയും മനസ്സിനെ കാണുകയും ആത്മാവിനെ കാണുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ അവസ്ഥ. ഈ അവസ്ഥയുടെ മെഡിറ്റേഷനാണ് നമ്മൾ ഇന്ന് രാത്രി തുടങ്ങാമെന്നാണ് കരുതി. 10 മണിക്ക്, എല്ലാ ദിവസവും രാത്രി 10 മണിക്കാണ്. എല്ലാ ദിവസവും രാത്രി 10 മണിക്കാന്ന് വെച്ചാൽ എന്തുകൊണ്ട് 10 മണിക്ക് വെച്ചാൽ നമ്മൾ ഇത് മെഡിറ്റേഷൻ കുറച്ചു കാലം നമ്മൾ രാവിലെ ചെയ്തിരുന്നു. പക്ഷെ രാവിലത്തെ ടൈം നമുക്ക് ശരിയാവുന്നില്ല, മറ്റു മെഡിറ്റേഷൻ ഉള്ളതുകൊണ്ടും എല്ലാവർക്കും ജോലിക്ക് പോകണം. പിന്നെ ഇത് കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ച് നോർമൽ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ഇത് പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. നിങ്ങൾ തന്ത്ര ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലെവൽ 2 ബേസ് മെഡിറ്റേഷൻ ആണ്. നമ്മളൊരു 6 സ്റ്റെപ്പ് മെഡിറ്റേഷനിലേക്കാണ് ഈ യാത്ര ഇനി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസിനെ പറ്റി നിങ്ങളെല്ലാം അനുഭവിച്ചതാണ്. അപ്പൊ നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ വേണ്ടി സെലക്റ്റീവായ കുറച്ച് ആൾക്കാർ നല്ല മെഡിറ്റേഷനിൽ സെലക്റ്റീവായി ഇതൊരു ദൈവീകമായിട്ടുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആത്മചൈതന്യത്തിലേക്ക് ഉയരാനായിട്ട് സദാ തയ്യാറായിരിക്കുന്നവർക്ക് മാത്രം ഇങ്ങ് വരാം. അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ രാത്രി 10 മണിക്ക് നാളെ മുതൽ തുടങ്ങുകയാണ്. വീണ്ടും പറയാം, ഇത് ആത്മീയ യാത്രയാണ്. വളരെ സൈലന്റായി നമ്മളുടെ ഇപ്പോഴുള്ള എല്ലാ വിഷയങ്ങളും അവിടെ എത്തുമ്പോൾ നമുക്ക് ഇല്ലാതെയാകും.
എല്ലാ വിഷയങ്ങളും നമുക്ക് ലഘുവായി കാണാൻ പറ്റും. എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും, വളരെ സ്വസ്ഥമാകും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇതാണ്. അത് ഇന്ന സമയത്ത് ചെയ്യണമെന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ഈ മെത്തേഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്, നിങ്ങൾ രാത്രി ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചു ഉറക്കത്തിന്റെ വിഷയമാണ്. ആൾക്കാർക്ക് പലർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈ മെഡിറ്റേഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കത്തിലേക്ക് ഓൾമോസ്റ്റ് 99% ആൾക്കാരും ഉറക്കത്തിന് വിഷയങ്ങളുള്ളവർക്കൊക്കെ അവർ വരണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അവർക്കൊക്കെ കൃത്യമായി ഉറങ്ങാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ കണക്ടിവിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ദൈവികമായിട്ടുള്ള കണക്ഷൻസിലേക്ക്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് നടക്കാൻ തയ്യാറായവർക്ക് മാത്രം വരാം. കാരണം ഇത് കുറച്ച് മറ്റൊരു അനുഭൂതി ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ഒരു അനുഭൂതി ആയിരിക്കില്ല അവിടെ. നിങ്ങൾ ദൈവത്തെ കണ്ടോ അല്ലെങ്കിൽ ശിവനെ കണ്ടോ ഇതൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം അത് അതിനപ്പുറത്തുള്ള ഒരു വല്ലാത്തൊരു ആത്മ ചൈതന്യം അല്ലെങ്കിൽ ചൈതന്യത്തിലേക്കുള്ള ഒരു നടത്തമായിരിക്കും. ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചും കൂടി സമയമെടുത്തില്ല. എൻ്റെ ഇടയിൽ ചെയ്തു. പിന്നെ എൻ്റെ ഇടയിൽ രാധമാം വീണ്ടും അതിൻ്റെ ഡീപ്പ് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അവർ തിരിച്ച് വരും. ഞാനില്ലെങ്കിലും അവരുണ്ടാവും കൂടുതലായിട്ട് ഡീപ്പായിട്ട് പ്രാക്ടീസ്. ഇത് ഡീപ്പായിട്ടുള്ള പ്രാക്ടീസാണ്. ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം രാത്രി എല്ലാവരും ഇത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവില്ല, കണ്ടിന്യൂസ് പോകുന്നുണ്ടാവും. ചിലപ്പോൾ രാവിലെ ആയിരിക്കും നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് 3 മണിക്കോ 4 മണിക്കോ എഴുന്നേക്കുന്ന സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വളരെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോഴും കുറച്ച് മിറാക്കിളുകൾ സംഭവിക്കാനുള്ള ഒരു മെഡിറ്റേഷൻ മെത്തേഡാണ് പോകുന്നത്. പക്ഷെ അത് ഒരു കാര്യം മാത്രം പറയാം, ഓടിച്ചാടി ബഹളത്തിൽ നിൽക്കണമെന്ന് ഇനിയും എനിക്ക് അതിൽ തന്നെ നിൽക്കണം, എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നവര് ദയവേത് അങ്ങോട്ട് വരരുത്. ഇവിടെ പൂർണ്ണമായിട്ടും നമ്മളുടെ മനസ്സിനെയും വിട്ട്, ശരീരത്തെയും വിട്ട്, ആത്മാവിനെയും വിട്ടുകൊണ്ട് സഞ്ചരിക്കാൻ തയ്യാറാവുന്നവർക്ക് വേണ്ടി മാത്രമുള്ള, ഞാൻ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അതിൽ സെലക്റ്റീവ് ആൾക്കാരെ മാത്രമേ ഞാൻ അതിലേക്ക് എടുക്കുന്നുള്ളൂ. മെഡിറ്റേഷനുമായിട്ട് നിർവ്വാണയെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർവ്വാണ മെഡിറ്റേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എന്ന് പറയാന്ന് വെച്ചാൽ, നിങ്ങൾക്കത് എത്താൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായാൽ മാത്രമാണ് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മളൊരു 25, 30, 40 ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരാൾക്ക് ഇത് തീരെ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് ആ എനർജിയിലേക്ക് അവർ പൊക്കളയും. അപ്പൊ ആ എനർജിയെ കൂടി ഞാനൊന്ന് സെലക്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വൺസ് യു ആർ ഇൻ, നിങ്ങളുടെ ജീവിതം വല്ലാണ്ട് മാറിപ്പോകും. വല്ലാണ്ട് മാറാൻ തയ്യാറാവുകയും വേണം. ഇപ്പോഴുള്ള പരാതി, പരിഭവങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ പൂർണ്ണമായി തയ്യാറായവർ മാത്രം അങ്ങോട്ട് വരിക. എനിക്ക് ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കണം എന്നുള്ളവര് വെറുതെ സമയം നിങ്ങൾ മെനക്കെടുത്തണ്ട എന്നാണ് ഞാൻ പറയാൻ. വളരെ സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും ഇപ്പൊ പറയുന്നില്ല, പക്ഷെ സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ അതിലോട്ട് ഉണ്ടാകും അടുത്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചു ഇത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയല്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പരിപാടിയാണ്. 1 മാസം ചെയ്തു. ഇത് ഞാൻ ഈ മാസം എൻ്റെ മകളുടെ മകന്റെ ഇതാണ്, എന്താ പറയാ, കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, അല്ലെ അങ്ങനെ പറഞ്ഞൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ പോകുന്നത് പിന്നെ ഉചിതമല്ല. പിന്നെ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് വെച്ച് തുടങ്ങേണ്ടി വരും. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരാഴ്ചക്ക് ഒരു മെത്തേഡ്, അടുത്ത ആഴ്ച അങ്ങനത്തെ അങ്ങനെയുള്ള കുറച്ച് സിസ്റ്റമിലൂടെ കടന്നു പോകുന്ന ലളിതമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള യാത്രയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇത് രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്ത് ഒരു 10 മണിക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ്ഫോൺ ഇട്ട് അങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർത്തിട്ട് പോയി കിടക്കാം. പക്ഷെ സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി, ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് ഇനിയുള്ള യാത്ര മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതായിരിക്കും നമ്മുടെ ഏറ്റവും ഈ ആത്മീയ യാത്രയുടെ നമ്മുടെ ആദ്യത്തെ ബേസ് ഇതായിരിക്കും, അല്ലെ? ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത് കൈലാസത്തിലേക്ക് പോകാനൊക്കെ എല്ലാം തയ്യാറായിക്കോളൂ. നമ്മൾ
അടുത്ത് തന്നെ യാത്രയുണ്ടാകും. സാഹചര്യങ്ങളൊക്കെ ശരിയാവട്ടെ. ഞാനായിട്ട് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഒരു വിളി വരും. ആ വിളി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, നമ്മൾ പോകാമെന്നുള്ള പറയാം. അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ എന്നെ ഇവിടെ കേൾക്കുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ യൂട്യൂബിൽ കേൾക്കുന്നവർക്കും ആത്മീയ യാത്രയ്ക്ക് കൃത്യമായി താല്പര്യമുള്ളവർക്ക് അതെനിക്ക് ആവശ്യമാണ്, ആത്മാവിനെ കൊണ്ട് അല്ലെങ്കിൽ ആ ചൈതന്യത്തിലേക്ക് ലയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോഴാണ് എല്ലാം നേടാൻ പറ്റുക. ഞാൻ പറഞ്ഞത് അതിനകത്താണ് ഞാൻ എൻ്റെ മെത്തേഡ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭൗതികതയിൽ നിന്നുകൊണ്ടുള്ള ആത്മീയത മാത്രമേ നമ്മൾ പരിപോഷിപ്പിക്കുന്നുള്ളൂ. വെറും പൂർണ്ണമായിട്ടും ഭൗതികത വിട്ടുകൊണ്ടുള്ള ആത്മീയതയിലേക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. കാരണം ഭൗതിക ജീവിതം അനുഭവിക്കാത്തവന് ആത്മീയ ജീവിതം അനുഭവിച്ചിട്ട് എന്ത് ചെയ്യാനാ? വ്യത്യാസമില്ല. പിന്നെ ഇതായി മാറുമല്ലോ. ഇപ്പോൾ നിർവ്വാണ സംഭവിക്കുന്നത് ഭൗതികതയിൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഭാരമില്ലാത്തൊരു സാധനത്തെ എടുത്തു പൊക്കിയത് കൊണ്ട് എന്താണ് കാര്യമുള്ളത്? അല്ലാതെ ഭാരമില്ലാത്ത സാധനം. അപ്പൊ ഭാരങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അതിനെ ഭാരമില്ലായ്മ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും നമ്മുടെ ആത്മീയ യാത്രയുടെ ഏറ്റവും ഒരു പ്രത്യേകത. അതായിരിക്കണം ആത്മീയ യാത്ര എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ ആരൊക്കെ തയ്യാറാവുന്നു എന്ന് വെച്ചാൽ അവർക്ക് പറയാം, ജോയിൻ ചെയ്യാം. പിന്നെ മറ്റു മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു, രാവിലത്തെ യോഗ മെഡിറ്റേഷൻ നമ്മളിപ്പോഴുണ്ട്. യോഗ വിത്ത് മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ. നിങ്ങൾ ആരും ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എവിടെയും വരുന്നുണ്ട്. യോഗ, രാവിലെ യോഗ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ഉണ്ട്, പ്രാണായാമയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അവർക്ക് അഫർമേഷൻസ് ഉണ്ട്, അവർക്ക് മെഡിറ്റേഷൻസും ഉണ്ട്. എല്ലാം അവർക്ക് പാക്ഡാണ്. ഇത് ഹാപ്പിനെസ് യോഗ മെഡിറ്റേഷൻ ഉള്ളവർക്ക്. മറ്റത് ഹാപ്പിനെസ് അഫർമേഷൻ മെഡിറ്റേഷൻ ആണ്. അവർക്ക് മെഡിറ്റേഷൻ ആദ്യം അഫർമേഷൻസ് കൊടുക്കും, എന്നിട്ട് അത് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ, ഇത് മൂന്നും ഒരു ദിവസം ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ഈ മാസം നിങ്ങൾ യോഗയിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഈവനിങ് കൂടി പരിഗണിക്കുന്നുണ്ട്. ഈവനിങ് ക്ലാസ് കൂടി നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആൾക്കാരുടെ എണ്ണം, ഈ മാസം ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിരിക്കും ഈവനിങ് ക്ലാസ്. എത്ര പേർക്ക് ഈവനിങ് വേണം എന്ന് നോക്കിയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം 3 കൃത്യം ഇനിയുമുള്ള യാത്രയിൽ എല്ലാം 3 തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ടാവും. ഞാൻ ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ ചെയ്തു. നമ്മൾ അഫർമേഷൻ ഗ്രൂപ്പ് തന്നെ 500-600 ആൾക്കാരുള്ള അഫർമേഷൻ ഗ്രൂപ്പ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവിടെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്സുകൾ നിങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ അവരോട് പറയും, നിങ്ങൾ ശരിക്കും ഈ ഒരു ആകെ 888 രൂപ മറ്റേ ഉള്ളൂ ഒരു മാസത്തെ അഫർമേഷനും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യാൻ. ചെറിയൊരു എമൗണ്ട് ആണ്. അതടച്ച് നിങ്ങൾ കൃത്യമായ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് അഫർമേഷൻ നൽകുന്നത് വലിയ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു എമൗണ്ട്. 888 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമുക്ക് മിഠായി മേടിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, മുറുക്കാൻ മേടിക്കുന്ന കാശ് പോലും ആവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പൊ ഇത്രയുമാണ് കാര്യം. കുറച്ച് ആർക്കും എന്തൊക്കെ ചോദ്യം ചോദിക്കാനുണ്ടെന്ന്. അപ്പൊ 3 കാര്യങ്ങൾ. ബാക്കി കോഴ്സിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോന്റെ കൂടെയും പോസ്റ്ററുകളായിട്ട് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, മാറ്റം ഉണ്ടാക്കണം എന്നെല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക എന്ന് മാത്രമാണ് പറയുന്നത്.